വിശ്വാസ സമൂഹം വിശുദ്ധ വാരത്തിലൂടെ ആത്മീക യാത്ര നടത്തുന്ന അനുഗ്രഹീത ദിവസമാണല്ലോ ഇത്. പെരുമ്പടവം ശ്രീധരൻ്റെ മാസ്റ്റർ പീസായ ഒരു സങ്കീർത്തനം പോലെ എന്ന പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നൊരു വാക്കിങ്ങനെയാണ്: എനിക്ക് യേശുവിനോട് മാത്രമേ അസൂയുള്ളൂ, അതും ആ കുരിശുമരണത്തിൻ്റെ കാര്യത്തിൽ. എന്തായിരിക്കാം പെരുമ്പടവം ശ്രീധരൻ എന്ന എഴുത്തുകാരന് യേശു തമ്പുരാനോട് മാത്രം അസൂയ ഉണ്ടാകാൻ? അതും അരുമനാഥൻ്റെ കുരിശുമരണത്തിൻ്റെ കാര്യത്തിൽ. ഒരു തെറ്റും ചെയ്യാതിരുന്ന തമ്പുരാനെ ശത്രുക്കൾ എല്ലാവരും കൂടി പിടിച്ച് കുരിശിന്മേൽ ആണി തറച്ച സമയത്ത് പോലും അരുമനാഥനായ ക്രിസ്തു പ്രാർത്ഥിച്ചത്: കർത്താവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്നാണ്. ഒരു മനുഷ്യന് ദൈവത്തോട് അസൂയ തോന്നാൻ കാരണം പകയുടെയും വെറുപ്പിൻ്റെയും, എന്തിനേറെ കൊലപാതകത്തിൻ്റെ മുൻപിൽ പോലും ആ മനുഷ്യരോട് കാണിക്കുന്ന ക്ഷമയുടെ ഉത്തുംഗഭാവം ഒന്നുകൊണ്ട് മാത്രമാണ്. മനുഷ്യർ മരമായ മരങ്ങളൊക്കെ തേടി നടന്നു, ചില്ലകൾ വെട്ടി, കൊമ്പുകൾ വെട്ടി കുരിശ് ഉണ്ടാക്കാൻ വേണ്ടി. മരം മനുഷ്യരോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്: കൊമ്പുകൾ എത്രമാത്രം നൽകി ഞാൻ നിങ്ങൾക്ക് കുരിശ് തീർക്കാം, എന്നിട്ടും നിങ്ങളിൽ നിന്ന് ഒരാൾ പോലും ക്രിസ്തുവായി തീരുന്നില്ല. വിശ്വാസ സമൂഹം വിശുദ്ധവാരത്തിലൂടെ ആത്മീക യാത്ര നടത്തുമ്പോൾ മനസ്സിൽ ധ്യാനിക്കണം, കുരിശെന്ന് പറയുന്നത് കേവലം 2 തടിക്കഷ്ണങ്ങൾ ചേർത്ത് വെച്ച് ഉണ്ടാക്കുന്ന ഒരു രൂപം മാത്രമല്ല. അത് നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൻ്റെ ഉള്ളിൽ ബോധപൂർവം നമ്മൾ വളർത്തിയെടുക്കേണ്ടുന്ന മഹത്തായ ഒരു മനോഭാവമാണ്. പീഡനങ്ങളുടെയും വേദനകളുടെയും ദുഃഖങ്ങളുടെയും ദുരിതങ്ങളുടെയും ഒക്കെ നടുവിൽ നമ്മെ മുറിപ്പെടുത്തുന്നവരോട് മുഖപക്ഷമില്ലാതെ കാണിക്കാൻ പറ്റുന്ന കരുണയുടെയും സ്നേഹത്തിൻ്റെയും മനോഭാവം ഒന്ന് തന്നെ. എങ്കിൽ ലോകം നമ്മളെ നോക്കി അസൂയപ്പെടാൻ ഇടയായിത്തീരും. ഒരുപാട് കുരിശുകൾ നമ്മൾ ഉണ്ടാക്കിയിട്ട്, ഒരുപാട് കുരിശുകൾക്ക് വേണ്ടി നമ്മൾ തിരക്കിട്ട് നടന്നിട്ട് ജീവിതത്തിൽ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവായി തീരാതെ പോയാൽ ജീവിതം കൊണ്ട് എന്തർത്ഥമാണുള്ളതെന്ന് ആത്മശോധന നടത്തണം. ക്രിസ്തുവിനെ പോലെ ആർക്കാണ് നമ്മളെ ഇത്ര ആത്മാർത്ഥമായി സ്നേഹിക്കാൻ പറ്റുന്നത്? ഈ വിശുദ്ധവാരം നമ്മെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. ക്രിസ്തുവിൻ്റെ കുരിശിലെ സ്നേഹം, ക്ഷമിക്കുന്ന സ്നേഹം ജീവിതത്തിൽ സ്വന്തമാക്കാൻ. കുരിശുണ്ടാക്കുന്നതിനേക്കാൾ ഒപ്പം ജീവിതത്തിൽ ക്രൂശിതൻ്റെ മനോഭാവം കൂടെ സ്വന്തമാക്കാൻ. അതിനോടൊപ്പം തന്നെ ക്രിസ്തുവിൻ്റെ ആ ആഴമായ സ്നേഹത്തെ ആവോളം ആസ്വദിച്ച് അനുഭവിക്കുവാനും ആയതിന് ഈ പീഠാനുഭവ ദിവസങ്ങൾ നമ്മുടെ ജീവിതത്തിന് മുതൽക്കൂട്ടായി മാറട്ടെ എന്ന് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.